മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്താൻ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യത്ത് വെറുപ്പ് പടർത്താനുള്ള ശ്രമം നടക്കുന്നുവെന്നും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ കടുത്ത അതിക്രമം നേരിടുന്നുവെന്നും ബോർഡിന്റെ ഔദ്യോഗിക വക്താവ് SQR ഇല്യാസ് പറഞ്ഞു. വന്ദേമാതരം നിർബന്ധമാക്കുന്നത് ഭരണഘടനാ ലംഘനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PR അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, എന്താണ് ഇങ്ങനെയൊരു നീക്കത്തിന് പിന്നിൽ? അശ്വത, കഴിഞ്ഞ ദിവസമാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഒരു ജനറൽ ബോഡി യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ എടുത്തത്. കാരണം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ മുസ്ലിം വിഭാഗം വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നു എന്നതാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കിയത്. അത് പ്രധാനമായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയരണം, ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരണം എന്നതാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി അടക്കം രൂപീകരിക്കുമെന്നും ഇപ്പോൾ വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വന്ദേ മാതരം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കുന്നതിലും വലിയ പ്രതിഷേധമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇതിലെ ചില ഭാഗങ്ങൾ മുസ്ലിം വിഭാഗങ്ങളുടെ അവരുടെ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് കൂടി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശക്തമായ പ്രതിഷേധം ഉയരണം. കാരണം BJP ഭാരവാഹികളും അതുപോലെ തന്നെ ചില BJP സർക്കാരുകളടക്കം മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നു, രാജ്യത്തെ വെറുപ്പ് പടർത്താൻ ശ്രമിക്കുന്നു എന്ന് കൂടിയാണ് ഇപ്പോൾ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപക പ്രതിഷേധത്തിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അടക്കം പുറത്തിറക്കി ജനങ്ങളെ കൂടുതൽ ബോധ്യവാന്മാരാക്കാനാണ് ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കമ്മിറ്റി അടക്കം ഉടൻ രൂപീകരിക്കുമെന്നും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അസിത, PR അരവിന്ദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.